എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഞാൻ തമിഴിലേക്ക് കൊടുത്തിട്ടില്ല, ഇവരുടെ സ്പോട്ട് അഡ്മിഷന് കൊടുക്കേണ്ടതായി ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാറുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ 9/7/2024 ഇന്നു മുതൽ 11/7/2024 മറ്റന്നാൾ വരെയാണ് അഡ്മിഷൻ നടക്കുക. 9 നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ ഒന്നെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ നേടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ TC ഇഷ്യൂഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ടൈമിനുള്ളിൽ ആ കോളേജിൽ ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ചേരാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് പെർമനൻറ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ TC ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചേരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആകുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SC/ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്കും PWBD വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. SC/ST കാറ്റഗറിക്ക് 300 രൂപയും PWBD കോട്ടയ്ക്ക് 300 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. SC/STക്ക് 300 രൂപ, PWBDക്കും 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഇത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് കോട്ടയും ഇപ്പോൾ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാനേജ്മെൻറ്റ് കീഴിലുള്ള കോളേജ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മാനേജ്മെൻറ്റ് കോട്ടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, SC/ST കാറ്റഗറിക്കും എന്ത് ചെയ്യണം 300 രൂപയും PWBDക്ക് 300 രൂപയും ജനറൽ കാറ്റഗറിക്ക് എന്ത് ചെയ്യണം 600 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഇതടച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കോളേജിൽ പോയി നേരിട്ട് ജോയിനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി എന്താണ് സ്പോട്ട് അഡ്മിഷൻ? സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അഡ്മിഷനാണ്. അതായത് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം 18-ാം തീയതിയാണ് 18/7/2024 19/7/2024 19/7/2024 സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഈ സ്പോട്ട് അഡ്മിഷനിൽ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ വഴി നിങ്ങൾ ഏതൊക്കെ കോളേജിലാണോ നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടി വരും. അതായത് ഇപ്പോൾ ഏതൊക്കെ കോളേജിൽ നിങ്ങൾക്കിപ്പോൾ 5 കോളേജിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഈ 18-19 തീയതികൾക്കുള്ളിൽ നിങ്ങൾ 5 കോളേജിലും ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടത് വരും. ആ ഫോം ഫില്ല് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, ആ ഫോം ഫില്ല് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അവർക്ക് ഇപ്പോൾ ഒരു വേക്കൻസി ആണുള്ളെങ്കിൽ അവർക്ക് അതിന് കുറേ അപേക്ഷകൾ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് ക്രമീകരിക്കും. എന്നിട്ട് ഓരോ കോളേജിൻ്റെയും റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിക്കുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ പോയി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പം നിങ്ങൾക്ക് റാങ്ക് അടിസ്ഥാനത്തിൽ റാങ്ക് അല്ലേ, സോറി റാങ്ക് അടിസ്ഥാനത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധ്യതയായിരിക്കും. ഇനി നിങ്ങൾക്ക് രണ്ടോ അതിലധികമോ കോളേജിൽ സ്പോട്ട് അഡ്മിഷന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോളേജിൽ നിങ്ങൾക്കും പോകാൻ സാധിക്കും, മറ്റൊരു കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ പപ്പേനെയോ മമ്മീനെയോ അച്ഛനെയോ അമ്മേനെയോ ഒക്കെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു സമ്മതപത്രം ആവശ്യമുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ രക്ഷിതാവാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ സ്റ്റുഡൻറ്റ് മറ്റൊരു കോളേജിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ പോകുമ്പോൾ രക്ഷിതാവിനെ മറ്റൊരു കോളേജിലേക്ക് വിടുമ്പോൾ എന്ത് ചെയ്യണം,
ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റുഡൻ്റാണ് എന്ത് ചെയ്യേണ്ടത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ സ്റ്റുഡൻറ്റ് മറ്റൊരു കോളേജിൽ പോയത് കാരണം സ്റ്റുഡൻറ്റിന് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും അതിനാൽ എൻ്റെ രക്ഷിതാവാണ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതെന്നും എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി എന്ത് ചെയ്യണം, വിദ്യാർത്ഥി സൈൻ ചെയ്തിട്ട് ഒരു സമ്മതപത്രം എഴുതി രക്ഷിതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് TC എന്നിങ്ങനെയുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയും നൽകി കൊടുത്തു വിടേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ആ കോളേജിലേക്ക് നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എത്തിക്കാൻ അവർ നിങ്ങൾക്ക് സമയം നൽകുന്നതായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷനായി ഹാജരാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.